നമസ്കാരം. ജന്മഭൂമിയിലേക്ക് സ്വാഗതം. വാർത്തകൾ ചുരുക്കത്തിൽ. നടിയെ ആക്രമിച്ച കേസിൽ കോടതി കുറ്റവിമുക്തനാക്കിയതിന് പിന്നാലെ നിയമ നടപടിക്കൊരുങ്ങി നടൻ ദിലീപ്. തനിക്കെതിരായ ഗൂഢാലോചനയെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെടും. അന്വേഷണ സംഘം മുഖ്യമന്ത്രിയെ ഉൾപ്പെടെ തെറ്റിദ്ധരിപ്പിച്ചു എന്നാണ് ദിലീപിന്റെ വാദം. ഉദ്യോഗസ്ഥർ അവരുടെ നേട്ടത്തിനായി തന്നെ ബലിയാടാക്കിയെന്നുമാണ് ദിലീപ് പറയുന്നത്. ഇക്കാര്യത്തിൽ വിധിപ്പകർപ്പ് ലഭിച്ച ശേഷം തുടർ നടപടി സ്വീകരിക്കാനാണ് ദിലീപിന്റെ നീക്കം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ 7 ജില്ലകൾ വോട്ടെടുപ്പ് ആരംഭിച്ചു. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളിലാണ് ആദ്യഘട്ട വോട്ടെടുപ്പ് നടക്കുന്നത്. മോക്ക് പോളിംഗിന് ശേഷം രാവിലെ 7-ന് തന്നെ വോട്ടെടുപ്പ് ആരംഭിച്ചു. രാവിലെ തന്നെ പോളിംഗ് ബൂത്തുകളിൽ വോട്ടർമാരുടെ നീണ്ട നിരയാണുള്ളത്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, കെ.എസ്. ശബരിനാഥൻ, പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ, ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അടക്കമുള്ളവർ രാവിലെ നേരത്തെ തന്നെ വോട്ട് ചെയ്യാനെത്തി. വൈകിട്ട് 6 മണി വരെയാണ് വോട്ടെടുപ്പ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്ക് വലിയ പ്രതീക്ഷയാണുള്ളതെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇത്തവണ തിരുവനന്തപുരം പിടിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ശാസ്തമംഗലം ബൂത്ത് നമ്പർ 3-ൽ ഭാര്യയ്ക്കും കുടുംബാംഗങ്ങൾക്കുമൊപ്പം വോട്ട് ചെയ്യാനെത്തിയപ്പോഴായിരുന്നു സുരേഷ് ഗോപിയുടെ പ്രതികരണം. ചലച്ചിത്ര സംവിധായകൻ പി.ടി. കുഞ്ഞുമുഹമ്മദിനെതിരായ വനിതാ ചലച്ചിത്ര പ്രവർത്തകയുടെ പരാതിയിൽ രഹസ്യമൊഴി രേഖപ്പെടുത്താൻ പോലീസ്. പരാതിക്കാരിയുടെ മൊഴി വിശദമായി എടുക്കാനാണ് തീരുമാനം. പരാതിയിൽ പറയുന്ന സമയത്തെ CCTV ദൃശ്യങ്ങൾ അന്വേഷണ സംഘം ശേഖരിച്ചു. പി.ടി. കുഞ്ഞുമുഹമ്മദിന്റെയും മൊഴി രേഖപ്പെടുത്തും. മുൻ MLA കൂടിയായ പി.ടി. കുഞ്ഞുമുഹമ്മദിനെതിരെ ലൈംഗികാതിക്രമണത്തിനാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. കേരള രാജ്യാന്തര ചലച്ചിത്ര മേളയിലേക്കുള്ള സിനിമകളുടെ സെലക്ഷനിടെ അപമര്യാദയായി പെരുമാറിയെന്ന ചലച്ചിത്ര പ്രവർത്തകയുടെ പരാതിയിലാണ് കേസ്. മുഖ്യമന്ത്രിക്ക് ചലച്ചിത്ര പ്രവർത്തകർ നൽകിയ പരാതി പോലീസിന് കൈമാറുകയായിരുന്നു. അതേസമയം അപമര്യാദയായി പെരുമാറിയിട്ടില്ലെന്നും മാപ്പ് പറയാൻ തയ്യാറാണെന്നും കുഞ്ഞുമുഹമ്മദിന്റെ പ്രതികരണം. ഡിസംബർ 13-ന് ആരംഭിക്കുന്ന 30ാമത് രാജ്യാന്തര ചലച്ചിത്ര മേളയിലേക്കുള്ള മലയാളം ചിത്രങ്ങളുടെ തെരഞ്ഞെടുപ്പിനിടെ കഴിഞ്ഞ മാസം 6-നാണ് പരാതിക്ക് ആസ്പദമായ സംഭവം. IFFK-യിലേക്കുള്ള മലയാളം സിനിമകളുടെ സെലക്ഷൻ കമ്മിറ്റി അധ്യക്ഷനായിരുന്നു പി.ടി. കുഞ്ഞുമുഹമ്മദ്. സ്ഥാനാർത്ഥിയുടെ മരണത്തെ തുടർന്ന് സംസ്ഥാനത്ത് 3 ഇടങ്ങളിൽ വോട്ടെടുപ്പ് മാറ്റിവെച്ചതായി ഇലക്ഷൻ കമ്മീഷൻ അറിയിച്ചു. തിരുവനന്തപുരം കോർപ്പറേഷന്റെ വിഴിഞ്ഞം വാർഡിലും മലപ്പുറം മുത്തേടം പഞ്ചായത്തിലെ 7-ാം വാർഡിലും എറണാകുളം മൂവാറ്റുപുഴ താലൂക്കിലെ പാമ്പാക്കുട പഞ്ചായത്തിലെ 10-ാം വാർഡിലുമാണ് വോട്ടെടുപ്പ് മാറ്റിവെച്ചത്. വോട്ടെടുപ്പ് തീയതി പിന്നീട് അറിയിക്കും. വിഴിഞ്ഞം വാർഡിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥി ജസ്റ്റിൻ ഫ്രാൻസിസ് ആണ് മരിച്ചത്. 60 വയസ്സായിരുന്നു. നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷ ഉരുണ്ടുവന്ന് ജസ്റ്റിനെ ഇടിക്കുകയായിരുന്നു. മലപ്പുറം മൂത്തേടം പഞ്ചായത്തിലെ 7-ാം വാർഡായ പായമ്പാടത്ത് UDF സ്ഥാനാർത്ഥി വട്ടത്ത് ഹസീന ഇന്നലെ രാത്രി വരെ നീണ്ട പ്രചാരണത്തിന് ശേഷം വീട്ടിലെത്തിയപ്പോൾ കുഴഞ്ഞു വീഴുകയായിരുന്നു. 52 വയസ്സായിരുന്നു. മുസ്ലിം ലീഗ് നേതാവായ ഹസീന പായമ്പാടം അങ്കണവാടിയിലെ അധ്യാപികയായിരുന്നു. പാമ്പാക്കുട പഞ്ചായത്തിലെ 10-ാം വാർഡിലെ UDF സ്ഥാനാർത്ഥി CS ബാബു ആണ് ഇന്ന് പുലർച്ചെ 2:30 മരിച്ചത്. ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു അന്ത്യം. ശബരിമല ശ്രീകോവിലിലെ ദ്വാരപാലക ശില്പങ്ങളിൽ നിന്ന് സ്വർണം കവർന്ന കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പത്മകുമാറിനെ ഇന്നലെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തു. തുടർന്ന് കൊല്ലം വിജിലൻസ് കോടതിയിൽ ഹാജരാക്കിയ ശേഷം തിരുവനന്തപുരം സ്പെഷ്യൽ ജയിലിലേക്ക് തിരികെ കൊണ്ടുപോയി. മുൻ കമ്മീഷണറും പ്രസിഡന്റുമായിരുന്ന N. വാസുവിന്റെ റിമാൻഡ് വിജിലൻസ് ജഡ്ജി ഡോക്ടർ CS മോഹിത് 22 വരെ നീട്ടി. നഗരസഭ മുൻ കൗൺസിലറായ കല്ലുമല ഇടിയപ്പൻവിള മുറിമല കിഴക്കിതിൽ കനകമ്മ സോമരാജൻ മർദ്ദനമേറ്റു മരിച്ചു. സംഭവത്തിൽ ഏകമകൻ കൃഷ്ണദാസിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. അമ്മയും മകനും തമ്മിലുള്ള സ്വത്ത് തർക്കത്തെ തുടർന്ന് മകന്റെ മർദ്ദനമേറ്റാണ് കനകമ്മ കൊല്ലപ്പെട്ടതെന്ന് പോലീസ് പറഞ്ഞു. മാവേലിക്കര നഗരസഭ 12-ാം വാർഡിലെ മുൻ കൗൺസിലറായ കനകമ്മയെ ഇന്നലെ രാവിലെയാണ് കിടപ്പുമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കനകമ്മയുടെ പേരിൽ മാവേലിക്കര കൊറ്റൻകോവിലുള്ള സ്ഥലം വിൽക്കുന്നത് സംബന്ധിച്ച് മകനും അമ്മയും തമ്മിലുണ്ടായ തർക്കം കൊലപാതകത്തിൽ കലാശിച്ചതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ക്രിസ്മസ് പുതുവത്സര അവധിയോടനുബന്ധിച്ചുള്ള യാത്രാ തിരക്ക് പരിഗണിച്ച് കർണാടകയിൽ നിന്നും കേരളത്തിലേക്ക് സ്പെഷ്യൽ ട്രെയിനുകൾ പ്രഖ്യാപിച്ച റെയിൽവേ. ഹുബ്ബള്ളി തിരുവനന്തപുരം നോർത്ത്, ബംഗളൂരു SMVT കൊല്ലം ഹുബ്ബള്ളി റൂട്ടുകളിലാണ് സർവീസുകൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതിനൊപ്പം ശബരിമല പൊങ്കൽ യാത്രാ തിരക്ക് പരിഗണിച്ച് ഏർപ്പെടുത്തിയ ചില സ്പെഷ്യൽ സർവീസുകൾ ജനുവരി അവസാനം വരെ നീട്ടുകയും ചെയ്തിട്ടുണ്ട്. ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി ജില്ലയിൽ ഏറ്റെടുത്തത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വക 17 ക്ഷേത്രങ്ങളുടെ ഭൂമിയും കെട്ടിടങ്ങളും. ആകെ 27.01 കോടി രൂപയാണ് നഷ്ടപരിഹാരമായി നൽകിയത്. ഭൂമി വില സംസ്ഥാന സർക്കാരിനും കെട്ടിടത്തിന്റെ വില ദേവസ്വം ബോർഡിനുമാണ് നൽകിയിട്ടുള്ളത്. ക്ഷേത്രങ്ങൾക്ക് താന്ത്രിക ചടങ്ങുകൾ നടത്തുന്നതിനും പുനഃപ്രതിഷ്ഠ തുടങ്ങിയ ചടങ്ങുകൾ നടത്തുന്നതിനും പ്രത്യേകമായി തുക അനുവദിച്ചിട്ടില്ലെന്നും ദേശീയപാത ലാൻഡ് അക്വിസിഷൻ വിഭാഗം വിവരാവകാശ നിയമപ്രകാരം VHP സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അനിൽ വിളയിലിന് നൽകിയ മറുപടിയിൽ വ്യക്തമാക്കുന്നു. കാലിക്കറ്റ് സർവകലാശാലയുടെ പേരിൽ 4 വർഷത്തിനിടെ ഇറങ്ങിയത് 157 വ്യാജ സർട്ടിഫിക്കറ്റുകൾ.
തുടർ പഠനത്തിനും ജോലിക്കുമായാണ് ഈ വ്യാജ സർട്ടിഫിക്കറ്റുകൾ കൂടുതലും ഉപയോഗിച്ചിരിക്കുന്നത്. വിദേശ രാജ്യങ്ങളിലെ സ്വകാര്യ കമ്പനികളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും പലപ്പോഴും ആധികാരികത പരിശോധിക്കാനായി സർവകലാശാലയിലേക്ക് സർട്ടിഫിക്കറ്റുകൾ അയക്കും. ഇങ്ങനെ ലഭിച്ചവയിൽ നിന്നാണ് ബിടെക്, BA, BCom, BSc, PG തുടങ്ങിയ വിഭാഗങ്ങളിൽ 157 വ്യാജ സർട്ടിഫിക്കറ്റുകൾ കണ്ടെത്തിയത്. 2018 മുതൽ 39 കേസുകൾ പോലീസിന് കൈമാറിയിട്ടുണ്ട്. ബാക്കിയുള്ളവ തുടർ നടപടികൾക്കായി മാറ്റിവെച്ചിരിക്കുകയാണ്. പരമ്പരാഗത കാനനപാതയിൽ തിരക്കേറിയതോടെ ഭക്തർക്ക് സുരക്ഷ ഒരുക്കിയെന്നത് സുരക്ഷാ സേനകൾക്ക് വെല്ലുവിളിയായി. ശബരിമലയിലേക്ക് കുട്ടികളും പ്രായമായവരും ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ ഈ വഴി കൂടുതലായി വരുന്നുണ്ട്. അടിയന്തര വൈദ്യസഹായം എത്തിക്കുക എന്നത് ഈ പാതയിൽ ഏറെ പ്രയാസമുള്ള കാര്യമാണ്. നിലവിൽ വനപാലകരും അഗ്നിരക്ഷാ സേനയും NDRFുമാണ് ഇതിനായി രംഗത്തുള്ളത്. ആരോഗ്യ പ്രശ്നങ്ങളുള്ളവരും നടക്കാൻ ബുദ്ധിമുട്ടുള്ളവരും വയോധികരും ചെറിയ കുട്ടികളുമായി വരുന്നവരും പരമ്പരാഗത കാനനപാത ഒഴിവാക്കി നിലയ്ക്കൽ പമ്പ വഴി സന്നിധാനത്ത് എത്തണമെന്ന് ADM ഡോക്ടർ അരുൺ S. നായർ നിർദ്ദേശിച്ചിട്ടുണ്ട്. തെറ്റിദ്ധരിപ്പിക്കുന്ന വീഡിയോകൾ, വ്യാജ വാർത്തകൾ, ഷോർട്ട് റീലുകൾ ഔദ്യോഗികവും ആധികാരികവുമാണെന്ന മട്ടിൽ റെയിൽവേയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് തെറ്റിദ്ധാരണ പരത്തുന്ന വ്ളോഗർമാരെ കൊണ്ട് പൊറുതിമുട്ടുകയാണ് ദക്ഷിണ റെയിൽവേ. സാമൂഹ്യ മാധ്യമങ്ങൾ വഴിയുള്ള വ്യാജ പ്രചരണങ്ങൾ യാത്രക്കാരെ നിയമലംഘനങ്ങൾക്ക് പ്രോത്സാഹിപ്പിക്കുകയാണെന്നാണ് റെയിൽവേയുടെ വിലയിരുത്തൽ. സഹികെട്ട് ചെന്നൈ ഡിവിഷൻ നിയമ നടപടികളിലേക്ക് കടക്കുകയാണ്. റിസർവേഷൻ ഇല്ലാതെ സാധാരണ ടിക്കറ്റ് എടുത്ത് AC കമ്പാർട്ട്മെന്റിൽ കയറാൻ നിയമമുണ്ട്. ടിക്കറ്റ് ഇല്ലാത്തവരിൽ നിന്ന് യാത്രാക്കൂലിക്ക് പുറമെ 250 രൂപ ഫൈൻ ഈടാക്കാൻ മാത്രമേ നിയമമുള്ളൂ. പ്ലാറ്റ്ഫോം ടിക്കറ്റ് നിർബന്ധമല്ല തുടങ്ങി ഒട്ടേറെ വീഡിയോകൾ പ്രചരിക്കുന്നുണ്ട്. എയർലൈൻ കാലതാമസവും തടസ്സങ്ങളും നേരിടുന്നതിനിടെ ഒരു ഇൻഡിഗോ പൈലറ്റ് നടത്തിയ ഹൃദയംഗമായ ക്ഷമാപണം സോഷ്യൽ മീഡിയ ഉപയോക്താക്കളുടെ ഹൃദയത്തെ സ്പർശിക്കുകയും അദ്ദേഹത്തിന് അഭിനന്ദനം നേടുകയും ചെയ്തു. ക്യാപ്റ്റൻ പ്രദീപ് കൃഷ്ണൻ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ അദ്ദേഹം വിമാനത്തിന്റെ മുൻവശത്തു നിന്ന് യാത്രക്കാരെ തമിഴിൽ നേരിട്ട് അഭിസംബോധന ചെയ്യുന്നത് കാണാം. ശനിയാഴ്ച വൈകിട്ടുണ്ടായ തീപിടുത്തത്തിൽ 25 പേർ കൊല്ലപ്പെട്ട ഗോവയിലെ നിശ ക്ലബായ ബിർച്ച് ബൈ റോമിയോ ലെയിനിന്റെ ഉടമകളായ ഡൽഹിയിലെ ബിസിനസ്സുകാരായ സൗരഭ് ലുത്രയും സഹോദരൻ ഗൗരവും രാജ്യം വിട്ടതായി പോലീസ് അറിയിച്ചു. ഗോവ പോലീസിന്റെ പ്രസ്താവന പ്രകാരം ഡിസംബർ 7 ഞായറാഴ്ച പുലർച്ചെ 5:30 അവർ ഡൽഹിയിൽ നിന്ന് ഫുക്കറ്റിലേക്ക് ഇൻഡിഗോ 6E1073 വിമാനത്തിൽ പറന്നു. തീപിടുത്തത്തിന് ഏതാനും മണിക്കൂറുകൾക്ക് ശേഷമാണ് ഇത് സംഭവിച്ചത്. പഞ്ചാബ് പാർട്ടി മുൻ മേധാവി നവ്ജോത് സിംഗ് സിദ്ധുവിന്റെ ഭാര്യയും മുതിർന്ന പാർട്ടി നേതാവുമായ ഡോക്ടർ നവ്ജോത് കൗർ സിദ്ധുവിനെ കോൺഗ്രസ് പാർട്ടി സസ്പെൻഡ് ചെയ്തു. മുഖ്യമന്ത്രിക്ക് 500 കോടി രൂപയുടെ സൂട്ട് കേസ് എന്ന പരാമർശത്തിന് ഒരു ദിവസത്തിന് ശേഷം അവരെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. ഏറെക്കാലമായി ചർച്ച ചെയ്യപ്പെട്ടിരുന്ന പാകിസ്ഥാന്റെ ഭരണ പുനഃസംഘടന എന്ന നിർദ്ദേശം വീണ്ടും ചർച്ചയിൽ വന്നിരിക്കുന്നു. ചെറിയ പ്രവിശ്യകൾ രൂപപ്പെടുത്തുന്നത് ഇപ്പോൾ അനിവാര്യമാണെന്ന് പാകിസ്ഥാൻ മന്ത്രി അബ്ദുൾ അലീം ഖാൻ പറഞ്ഞു. എന്നിരുന്നാലും ഈ നിർദ്ദേശം ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യുമെന്ന് വിദഗ്ധർ പറയുന്നു. ഫീൽഡ് മാർഷൽ അസിം മുനീറിന്റെയും പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെയും സങ്കര ഭരണകൂടം ശക്തമായ സ്വാതന്ത്ര്യ വികാരവും ബലൂചിസ്ഥാൻ, ഖൈബർ പക്തൂൺ പ്രവിശ്യകളിൽ നിന്നുള്ള കടുത്ത എതിർപ്പും നേരിടുന്ന സാഹചര്യത്തിലാണ് പാകിസ്ഥാനെ ഭരണപരമായി കൂടുതൽ വിഭജിക്കാനുള്ള നീക്കം. തിങ്കളാഴ്ച വടക്കൻ ജപ്പാനിൽ 7.5 തീവ്രത രേഖപ്പെടുത്തിയ ശക്തമായ ഭൂകമ്പം ഉണ്ടായതിനെ തുടർന്ന് സുനാമി മുന്നറിയിപ്പ് നൽകിയിരുന്നു. പിന്നാലെ ജപ്പാനിലെ കാലാവസ്ഥാ ഏജൻസി മെഗാ ക്വേക്ക് ഉണ്ടാകുമെന്നും മുന്നറിയിപ്പ് നൽകി. പിന്നീട് അധികൃതർ സുനാമി മുന്നറിയിപ്പുകൾ പിൻവലിച്ചു. ഇന്ത്യൻ അരി ഉൾപ്പെടെയുള്ള കാർഷിക ഇറക്കുമതികൾക്ക് പുതിയ താരിഫ് ഏർപ്പെടുത്തുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സൂചന നൽകി. കാനഡയിൽ നിന്നുള്ള വളങ്ങൾക്ക് അധിക താരിഫ് ഏർപ്പെടുത്തുമെന്നും ട്രംപ് സൂചിപ്പിച്ചു. വൈറ്റ് ഹൌസിൽ നടന്ന ഒരു യോഗത്തിലാണ് ട്രംപ് ഇക്കാര്യം പറഞ്ഞത്. അമേരിക്കൻ കർഷകർക്ക് പുതിയ പിന്തുണയായി $12 ബില്യൺ സഹായ പാക്കേജും അദ്ദേഹം പ്രഖ്യാപിച്ചു. 50,000 റിയാലോ, അത് $13,300 അതിലധികമോ പ്രതിമാസ വരുമാനമുള്ള മുസ്ലിം ഇതര വിദേശികൾക്ക് മദ്യം വാങ്ങാൻ അനുമതി നൽകിക്കൊണ്ട് മദ്യവിൽപ്പനയുമായി ബന്ധപ്പെട്ട നിയമങ്ങളിൽ ഇളവ് വരുത്താൻ സൗദി അറേബ്യ കൂടുതൽ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്ന് ഈ വിഷയവുമായി പരിചയമുള്ള ആളുകൾ പറയുന്നു. റിയാദിൽ സ്ഥിതി ചെയ്യുന്ന രാജ്യത്തെ ഏക മദ്യവിൽപ്പനശാലയിൽ പ്രവേശനം നേടുന്നതിന് താമസക്കാർ ശമ്പള സർട്ടിഫിക്കറ്റ് കാണിച്ച് വരുമാനം തെളിയിക്കണമെന്ന് വിഷയത്തിന്റെ സെൻസിറ്റിവിറ്റി കാരണം പേര് വെളിപ്പെടുത്തരുതെന്ന് ആവശ്യപ്പെട്ട ആളുകൾ പറഞ്ഞു. വിദേശ നയതന്ത്രജ്ഞർക്കുള്ള വിൽപ്പനയ്ക്കായി കഴിഞ്ഞ വർഷം തുറന്ന ഈ കട അടുത്തിടെ പ്രീമിയം റെസിഡൻസി സ്റ്റാറ്റസ് എന്നറിയപ്പെടുന്ന മുസ്ലിങ്ങളല്ലാത്തവർക്കും പ്രവേശനം അനുവദിച്ചു. ന്യൂസ് ഡെസ്ക് ജന്മഭൂമി.